ഇവിടെ ഡീലെന്ന് പറയുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഡീല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞ് ഡീലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന് തെളിവ് കൊടുക്കണമെന്ന്. പിന്നെ വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല ഈ ഡീല് രണ്ടുപേരും കൂടി ഇരുന്ന് രഹസ്യമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഡീലുണ്ടാക്കുന്നതിനെ തെളിവ് കൊടുക്കാൻ എന്തെളുപ്പമാണ്. മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡീലിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത്. ആ ഡീൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഓരോരുത്തർ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. എതിർഭാഗത്തിന് അനുകൂലമായി വരത്തക്കവണ്ണം ഉള്ള സ്ഥാനാർത്ഥികളെ അവർ ഫീൽഡ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഡീലുണ്ട് എന്നുള്ളതാണ്. അവിടെ കഴിവുള്ള സ്ഥാനാർത്ഥികളെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡീല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയം വരാം. പക്ഷെ ഇങ്ങനെ വന്നേക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ഇതേപോലെ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇടപാടുകളല്ലേ ഈ നടക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് എല്ലാം ഈ പരസ്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, UDFിൻ്റെ കയ്യിൽ അത്രത്തോളം പൈസ ഇല്ല. അത് കാരണം അവർക്ക് വല്ലപ്പോഴും ഒരു പരസ്യം കൊടുക്കാനേ പറ്റുന്നുള്ളൂ. നേരെ മറിച്ച് ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ റോഡിൻ്റെ വശങ്ങളിൽ 100 മീറ്റർ ഇടവിട്ട് വലിയ ഹോർഡിങ്സ് ആണ് വെച്ചേക്കുന്ന മുഖ്യമന്ത്രിയുടെ പടവും ഉൾപ്പെടെ. LDF അല്ലാതെ മറ്റാരുണ്ട്? വേറെ ആരുമില്ല. ശരിയാ, കാരണം ഇവിടെ പണമുണ്ട് അവരുടെ കയ്യിൽ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന് എത്ര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് വെളി വരുന്നുണ്ട്. ഇപ്പം ഇതുപോലെ എവിടൊക്കെയാണ് പരസ്യം? ഏതാണ്ട് 2.5 കോടി രൂപയും കണ്ടായി ട്രാൻസ്പോർട്ട് ബസ്സിൽ, നമ്മുടെ KSRTC ബസ്സിൽ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വെച്ചുള്ള പരസ്യത്തിന്. അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ അതിനുള്ള ഗുണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത് നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇത് ഇപ്പോൾ ഇന്ന് മുതൽ TV വാർത്ത ചാനലിലൊക്കെ കാണിച്ചു തുടങ്ങി ഇതേ തന്നെ പരസ്യം. ഈ ഹോർഡിങ്ങിൽ കാണിക്കേക്കുന്ന അത് തന്നെ ഇതിലും കാണുന്നുണ്ട്. ഇപ്പോൾ ആ രീതിയായി. എത്ര കോടി രൂപ ഇതിന് ചിലവാക്കണം? ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലേ ഈ പെരുമാറുന്നത്, അല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയൊന്നും അല്ലല്ലോ. ഇനി അത് മാത്രമല്ല, അത് ഇതിനകത്ത് ഇപ്പോഴാണ്ട് ട്രഷറി നിയന്ത്രണം വരുന്നത്. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ ട്രഷറി പൈസ ഇല്ല. അത് പണമില്ലാത്തതുകൊണ്ട് 25 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ബില്ലുകളൊന്നും പാസ്സാക്കത്തില്ല. പക്ഷേ ഈ PRDയുടെ കണക്കിൽ, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ ഇതുപോലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇവരെത്ര രൂപ അതുവഴി ചിലവാക്കി? ഇതൊക്കെ ചോദ്യങ്ങൾ വേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ മോഹൻലാലിനെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ അങ്ങ് നടത്തിയല്ലോ. മോഹൻലാലിന് വല്ല കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതിപ്പോൾ വീഴേണ്ട തല വെച്ച് കൊടുക്കേണ്ട കാര്യം? അതിന് 11 ലക്ഷം രൂപ അതിന് ചിലവായെന്നാണ് ഇതുവരെയുള്ള കണക്ക്. മോഹൻലാലിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഫയൽ കിടക്കുന്നതേ ഉള്ളൂ. ആ ഫയൽ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് പിന്നെ അത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി വരുന്ന ഗവൺമെൻറ്, അത് ഇവർ തന്നെ ആണെങ്കിൽ ഇവർ, അല്ലെങ്കിൽ UDF ആണെങ്കിൽ അവർ വേണം ഇനി ആ പണം കൊടുക്കാൻ. ആ ബാധ്യതയും കൂടെ നമ്മൾ ഏറ്റെടുക്കണം. വല്ല കാര്യമുള്ളതാണോ? അത് ഈ മോഹൻലാലിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഈ പണി ചെയ്തിട്ട്? അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതിനിടയിൽ ഇപ്പോൾ ഡീലും ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഇപ്പോഴത്തെ വാർത്തകൾ SDPI ആണ്. SDPI വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPMന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. അല്ല എന്നുള്ളൊരു ചെറിയ ധാരണയുണ്ട്. ആരുടെ വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, SDPIയുടെ വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുഖ്യമന്ത്രിയോട് ഇത് പത്രക്കാർ ചോദിച്ചപ്പോൾ അത് ക്ഷുഭിതനായി മുഖ്യമന്ത്രി. ഇതിന് മറുപടി ഞാനാണോ പറയേണ്ടത്? പിന്നെ ചോദ്യത്തിന് മറുപടി വേറെ ആര് പോയി പറയണം? ചോദ്യം ചോദിച്ചാലും മറുപടി പറയണം. SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ളത് ചോദിച്ചപ്പം അത് പോയി അവരുടെ അടുത്ത് ചോദിക്കണമെന്ന്. ഈ SDPIക്കാരും മറക്കുന്നതാണോ ഇല്ലെന്ന് ഞാൻ ആലോചിക്കുക. കാരണം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഈ രീതിയിലാണ്. പിന്നെ ഇന്നലെ MA ബേബി പറഞ്ഞ്, ഇന്നത് മാറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയുമായിട്ടും സഹകരിക്കത്തില്ല, അവരുമായിട്ടും. നല്ല കാര്യം. അപ്പോൾ SDPIയുടെ ഒന്നും നമുക്ക് സഹായം ആവശ്യമില്ല എന്നങ്ങ് തുറന്നങ്ങ് പറഞ്ഞു.
പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നാണ് അത് പ്രശ്നമായെന്ന് മനസ്സിലായത്. കാരണം അതുമായിട്ട് ഒരു ചെറിയ ഡീലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ SDP അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ അടുത്ത ആൾ പറഞ്ഞത്, നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞത് SDP ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു കാര്യമില്ല, അവരുടെ സഹായം ആവശ്യമില്ല. അത് തർക്കമില്ലാത്ത വിധം പറഞ്ഞു. അത് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു, മാറി പറയുന്നതായിട്ട് കാണുന്നില്ല. ഇന്ന് MA ബേബി അല്പം മയപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരും വോട്ട് നിന്ന് സ്വീകരിക്കുന്നുള്ളതല്ലാതെ വേറെ എന്താ, അവരുടെ അടുത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ എന്നായി. അങ്ങനെയാണ് ഇപ്പോൾ SDP നില. അപ്പോൾ SDP വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ LDFൻ്റെ കൂടെ ആണ് നമ്മുടെ വർഗീയ പാർട്ടി ആണ് എന്ന് മുദ്ര കുത്താത്തത് LDF ആണെന്ന്. എന്ത് എളുപ്പമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അതിനെ ഇതേപോലെ തള്ളിപ്പറഞ്ഞ് അവർ വർഗീയ സംഘടനയാണ്, അവർ വലിയ ഭീകരരാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അത് വർഗീയ സംഘടന ആണ് അത് ജമാഅത്ത് ഇസ്ലാമി. SDP അല്ല. അത് കൊള്ളാം. എന്നാൽ SDP ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധമില്ല. ഇതിന് മറുപടി പറയണം. അതാണ് കാര്യം. ഇപ്പം മറുപടി പറയാൻ അവരുടെ ചോദിക്കണമെന്നായി. എന്നിട്ട് അവർക്കോ അവരുടെ ധാരണയെന്ന് പറഞ്ഞാൽ SDP ഇപ്പോൾ LDFനെ സഹായിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഉള്ള ഒരു ധാരണയിലാണ് അവർ നീങ്ങുന്നത്. അതാ ഞാൻ ചോദിച്ചു, ഇവനൊക്കെ നാണമില്ല ഈ SDP എന്നൊക്കെ പറയുന്നവർക്കൊക്കെ? നിൻ്റെ ഒന്നും സഹായം വേണ്ട, നീ വെറും വർഗീയത കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവൻ്റെ പുറകെ പോയി വോട്ട് കൊടുക്കാൻ നടക്കുക. പിന്നെ ഇവർ പറയുന്നതുകൊണ്ട് അവരാരും വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മൾ പറയുന്നവർക്കാന്ന് വോട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയാൻ നോക്കും? ഒന്നും അറിയാൻ ഒക്കത്തില്ല. വോട്ടെന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇഷ്ടമുള്ളത് ഭാര്യ പറയുക, ഭാര്യയുടെ ഭർത്താവ് പറയുക, എടി ഇത് നമുക്ക് ഇപ്രാവശ്യം UDF വോട്ട് ചെയ്യണം. പിന്നെന്താ, ഭർത്താവ് പോയി UDF തന്നെ കുത്തിയും കൊടുക്കും, ഭാര്യ LDF അല്ലെ NDAക്കായിരിക്കും വോട്ട് കൊടുക്കുന്നത്. എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വതന്ത്രമായിട്ട് ആളുകൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഇതുപോലെ പറഞ്ഞ് ഈ ആക്ഷേപങ്ങളുമൊക്കെ പറഞ്ഞ് ഓരോ സംഘടനകളെ ആക്ഷേപിക്കുക. അതിനിടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. ഈ പലരും അത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. ജമായത്തുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുവാന്ന് ആളുകൾ, എന്നുവെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ടെന്നായി പറയുന്നത്. ജമായത്തുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുവാന്ന്, ഇതാണ് കാര്യം. അപ്പോൾ അത് ഏതായാലും ശരി, ആ സംഘടനയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നതാണ്. ആ സംഘടന വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അതിൻ്റെ പേര് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഈ അച്യുത് മാമ ഹറാമി എന്നൊക്കെ ഒരു സിനിമ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി ആ വാക്ക് ഏതാണ്ട് വലിയ പ്രശ്നമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതൊന്നുമല്ല. അവരൊരു സ്വതന്ത്ര മത സംഘടനയാണ്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. എനിക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അവർക്കെതിരൊന്നും പറയേണ്ട കാര്യമില്ല. ഈ പറയുന്നതൊക്കെ തെറ്റാണ് അവരെക്കുറിച്ച് പറയുന്നത്. അതേതാണ്ട് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണെന്നങ്ങ് പറയും. അവർ കുഴപ്പം പിടിച്ചവരൊന്നും അല്ല. ആദ്യം അത് മനസ്സിലാക്കണം. അതുപോലും അറിയാൻ വയ്യാതാണ് ഒരെണ്ണം ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടത്. ജമായത്തുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമല്ലേ ഇന്ന്. അതായത് ജമാഅത്തുകളെന്ന് പറയുന്ന എല്ലാം ജമാഅത്ത് ഇസ്ലാമി ആണെന്നുള്ളതാണ് കാഴ്ചപ്പാട് അവരുടെ. ആ ബോധം പോലും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ളവരെണ്ണമാണ് മത്സരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതിനൊക്കെ വോട്ട് കൊടുക്കുന്നവർ എന്ത് ചെയ്ത് നോക്കും? വോട്ട് കൊടുക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് വലിയ കഷ്ടവുമല്ലേ? ഇതുപോലെ തലയിലൊന്നും ഇല്ലാത്തതൊക്കെയാണ് മത്സരിക്കുന്ന പലതും. അതിനി അങ്ങ് പൊക്കോട്ടെ. ഏതായാലും ഇപ്പോൾ SDP വോട്ട് വേണോ വേണ്ടയോ എന്ന് ആദ്യം ഇവരൊന്ന് തീരുമാനിക്കട്ടെ. വേണമെങ്കിൽ SDP അങ്ങ് കൊടുക്കണം കേട്ടോ. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആളുകളാണ് LDF. അതല്ല നിങ്ങൾ വോട്ട് വേണ്ട എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ആർക്കെങ്കിലും കൊടുക്ക്. അതല്ലേ അതിൻ്റെ കാര്യം. അങ്ങനല്ലേ ചെയ്യേണ്ടത്. ഏതായാലും ഈ മാമാങ്കം ഇനി കുറച്ച് 8-9 ദിവസം കൂടെ നമ്മൾ സഹിക്കണം. അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് നിർത്തി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് വലിയ ശല്യമായി. റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ഈ കാഴ്ചകൾ മുഴുവൻ കാണണം. പക്ഷേ ഇപ്പോൾ ശബ്ദ കോലാഹലങ്ങളും അനൗൺസ്മെൻറ്റ്സും ഒക്കെ വളരെ കുറവാണ്. ഒന്നും കേൾക്കാനില്ല.
അതിനകത്ത് ആ, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് നമ്മുടെ ഈ പഴവളം മധു പാടിയെന്ന് പറഞ്ഞ് ഇനി അയാളെ മേടി മെക്കിട്ട് കയറാൻ അയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി, അതിനെന്താ കുഴപ്പം? പാട്ട് പാടിക്കൂടെ? പാട്ട് പാടി, അതിനെന്താ പ്രശ്നം? അത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ലല്ലോ, അത് തീരുമാനമായതല്ലേ നേരത്തെ തന്നെ. ആ പാട്ട് നിരോധിക്കാൻ വരെ തുടങ്ങിയതല്ലയോ? നിരോധിച്ചതല്ലായിരുന്നോ? പിന്നെ മാറ്റിയല്ലേ നിരോധനം. ഇനി അതിപ്പോൾ പക്ഷെ കാര്യം എന്താ പറഞ്ഞാലും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു നിലപാട് എത്രയോ ശരിയാണ്. ഇപ്പം ഏതെങ്കിലും ആരുടെയെങ്കിലും പേര് എന്തെങ്കിലും ഉണ്ടോ നടപടി? ഒന്നുമില്ല. അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം വെളിയിലായില്ലേ? ഇനിയിപ്പോൾ അതിനകത്ത് എന്ത് അന്വേഷണം നടക്കാൻ പോകുന്നേ? ഓരോന്നിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നേരത്തെ ഉള്ള കാര്യം കൊടിമരം, ആ കൊടിമരത്തിൻ്റെ പ്രശ്നം വന്നു, അത് ഇപ്പം അധികം ഒരു കുഴപ്പമില്ലെന്നായില്ലേ വന്നു. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ അയ്യപ്പൻ്റെ സ്വർണം കണ്ടവരെയൊക്കെ സഹായിക്കുന്നു എന്നുള്ള ഒരു, അവരെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ശരി തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പം ഇനി അതുപോലെ അന്തരമാണ് SDP വോട്ട് വേണോ PDP കുഴപ്പമൊന്നുമില്ല. PDP നിലപാടിലൊക്കെ മാറ്റമുണ്ട്. അതുകൊണ്ട് PDP വളരെ മര്യാദക്കാരാണ്, അവർ ഒരു പ്രശ്നമില്ല. അതുപോലെ SDP നല്ലതാണ് കേട്ടോ. അവരും ഇതുപോലെ ആ രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവരുടെ നിലപാടിലൊക്കെ ഇപ്പം മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ എവിടെയൊക്കെ ആർക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തലപുകയ ഈ SDP അത്രയൊക്കെ ഉള്ള ആളുകളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഏതായാലും അതെല്ലാം ഛിന്നഭിന്നമായി കുറേയൊക്കെ അങ്ങ് പോയി. വലിയ കെട്ടുറപ്പൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അറിയാൻ വയ്യ. ഏതായാലും ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ ചർച്ചകൾ കണ്ട് TV വേറെ ഒന്നുമില്ല, അതുപോലായി വാർത്തകൾ.